ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. എടാ കോഫ്, ഇന്നത്തെ ദിവസം അടിപൊളിയാണല്ലോടാ. ആ മാധവനെ അവന്റെ ശിങ്കടിയും ഇന്ന് അടുത്തൊന്നും ഇല്ലടാ. കോഫ്, ദേ മീലി നിൽക്കുന്നു. കോഫ്, ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഭാഗ്യമുണ്ടടാ. നീലി, ഇന്നല്ലേ നിന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുമെന്ന് പറഞ്ഞത്? നടക്കുമല്ലോ, നടന്നു കഴിഞ്ഞു. എന്താ ഈ പറയുന്നേ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഞാൻ കൊടുത്തിരുന്ന ഡ്രസ് ഇനിയും റെഡി ആയിട്ടില്ല. ഈ കണക്കിന് പോയാൽ ഞാൻ എങ്ങനെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? ഇതാണ് പറ്റിയ ചാൻസ് മാധവ. ഇങ്ങോട്ട് നോക്ക്, ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ തന്നെ കുട്ടൻ ഹിൽസ് മാർക്കറ്റിലേക്ക് ചെന്നിട്ട് നിനക്ക് വേണ്ടി ഒരു സൂപ്പർ ഡ്രസ് വാങ്ങിച്ചിട്ട് വരാം. മാധവ, എന്താ ഡ്രസ് ഞാൻ കൊണ്ടുവരും അല്ലേ മിലി? അത് പറ്റില്ല മാധവ, ഞാൻ ടോട്ടൽ മാർക്കറ്റും ചെക്ക് ചെയ്തതാ. ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഡോളിന്റെ കോസ്റ്റ്യൂമാ. അത് എവിടെ തേടിയിട്ടും കിട്ടിയില്ല. ഓ, എന്നാ പിന്നെ നീ എന്ത് ചെയ്യും മിലി? പക്ഷെ എന്റെ കയ്യിൽ ഒരു തുണിയുണ്ട്. പക്ഷെ വൈകുന്നേരത്തിനകം ഇതൊന്നും തുന്നി തരാനുള്ള ടൈലറെ കിട്ടുന്നില്ല. ഓ, അത്രയുള്ള കാര്യം. ഇങ്ങത്താ, ആ, ഈ ഗോപാൽ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉള്ളപ്പോൾ നീ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല മിലി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നീ പറഞ്ഞ ഡോളിന്റെ ഡ്രസ് കൊണ്ടുവന്ന് തന്നേക്കാന്നേ. ഇനി നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ ആള് കൊള്ളാലോടാ ഗോപു. really? Oh, thank you, ഗോപാൽ. ഞാൻ എന്റെ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ബൈ ബൈ. ഓ, മിലിയുടെ ഡ്രസ് ഇപ്പോൾ റെഡിയാക്കണമല്ലോ. എന്താടാ പ്ലാൻ ഗോപു? എടുത്തു ചാടി ഞാൻ വാക്ക് കൊടുത്തു പോവുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ ഈ ഡ്രസ് റെഡിയാക്കുന്നേ? കൊടുത്ത വാക്ക് എങ്ങനെയാടാ പാലിക്കുന്നത്? ഇതിനാണ് പറയുന്നത് എടുത്തു ചാടി വല്ലവർക്കും വാക്ക് കൊടുക്കാൻ പാടില്ലെന്നേ. മനസ്സിലായോടാ? ഡോണ്ട് വറി ഗോപു, നമുക്ക് വസൂലി ഭായിനെ വിളിച്ചു വന്ന് സഹായം ചോദിക്കാന്നേ. കാരണം വസൂലി ഭായി പുതിയൊരു ടൈലറിംഗ് ബിസിനസ് തുടങ്ങിയിരിക്കുകയാണെന്നേ. ഓ, അത് കൊള്ളാം. പിന്നെ നമ്മൾ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? ഇപ്പൊ തന്നെ പോയേക്കാം. മിലിയുടെ കയ്യിൽ നിന്ന് തുണി വാങ്ങിച്ചതേ ഈ ഞാൻ ആ തുണി അങ്ങ് വിട്ടേക്കടാ മാധവ. ദിലീന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ നീ തുണി വാങ്ങിച്ചു കാണും. പക്ഷെ ഇപ്പൊ അത് പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാനാ. ഈ തുണി വെച്ച് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ട കോസ്റ്റ്യൂം ഞാൻ തന്നെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. നീ പോടാ മാറി പോടാ ഇവിടുന്ന്. അയ്യോടാ, കയ്യിൽ വിടടാ കയ്യ്. എന്റെ നേർക്ക് വിരല് ചൂണ്ടി സംസാരിക്കുന്നോടാ മാധവ. എനിക്ക് പറയുന്നത് ഗോപാലിന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചാലും കുഴപ്പമില്ലെന്നാടാ. ഏതായാലും ഇപ്പൊ ആ തുണി നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ, അപ്പൊ വേഗം വാ. കോഫു, മാധവൻ തുണിയായിട്ട് ഓടുവാടാ. ലെറ്റ്സ് ക്യാച്ച് ഹിം. അയ്യോ, എന്റെ മിലി. വസൂലി ബായ്. അയ്യോ, ഇതാര് മാധവനോ? നിനക്കിപ്പോ എന്താ തെക്കേണ്ടതെന്ന് പറ. നൈറ്റ് സൂട്ട്, പാർട്ടി സൂട്ട്, സഫാരി സൂട്ട്, അതോ ഡയമണ്ട് സൂട്ട് വേണോ? അല്ല വസൂലി ബായ്, ഇതൊന്നും എനിക്കിപ്പോ സൂട്ട് ആവത്തില്ല. നിങ്ങളിപ്പോ എനിക്ക് വേണ്ടിട്ട് നല്ല ക്യൂട്ടായ ഒരു ഫ്രോക്ക് ഉണ്ടാക്കി തരുമോ? ചേട്ടാ, ഇപ്പൊ ഇത് ഗുലുമാലായല്ലോ. എന്നെ കൊണ്ട് ഫ്രോക്ക് തെപ്പിക്കാനാണോ? ഇതുപോലെ ഒരു ഡ്രസ് റെഡി ആക്കണം കേട്ടോ വസൂലി ബായ്. വാട്ട് ഫ്രോക്ക്? സൂപ്പർ ആയിട്ട് തയ്ക്കണം കേട്ടോ. സെയിം ടു സെയിം ഡോളിന്റെ ഡ്രസ് തന്നെ ആയിരിക്കണം. പിന്നെന്താ, ഞാൻ ചെയ്തു തരാന്നേ. സെയിം ടു സെയിം ഡ്രസ് ഞാൻ റെഡിയാക്കി തരാം. അർജന്റ് ആണെന്നേ. അതെ, ഞങ്ങക്ക് വൈകുന്നേരത്തിന് മുമ്പ് ഇന്ന് ഈ ഡ്രസ് കിട്ടിയേ പറ്റൂ. വെരി ഫണ്ണി. എടാ, ഇതുപോലത്തെ ഡ്രസ്സൊക്കെ 5 മിനിറ്റ് മതി എനിക്ക് തെക്കാൻ. അതിനുവേണ്ടി നീ എന്തിനാ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്നത്? ടെൽ മീ. വെറും 5 മിനിറ്റ് മതിയെന്നോ? എന്നാ പിന്നെ എന്റെ പ്രശ്നം തീർത്തത് വിചാരിച്ചാ മതി. മിലിയെയും സന്തോഷിപ്പിക്കാം, പിന്നെ നമ്മളും സന്തോഷിക്കാം. ഗോപുവും ലക്ഷ്മണന്റെയും കാര്യമുണ്ടല്ലോ. ഞാൻ ദാ പോയി ദേ വന്നേക്കാം. വസൂലിബായുടെ 5 മിനിറ്റിനുള്ള കൗണ്ട് ഡൗൺ ഇതാ സ്റ്റാർട്ട് ആവുന്നു. എടാ മാധവ, നീ മര്യാദയ്ക്ക് ആ തുണി തിരിച്ചു തന്നേക്കടാ മാധവ. സോറി, യു ആർ ലേറ്റ്. ഈ സമയത്തിനകം ആ തുണി വെച്ച് ഡ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേട്ടാ. 3, 2. എന്നാ പിടിച്ചോ, നീ ചോദിച്ച ഡ്രസ് റെഡി. സെയിം ടു സെയിം. കാണാനിപ്പോ എങ്ങനെയുണ്ട്? ഡിറ്റോ.
ഡ്രസ്സോ വസൂലി ഭായ് നിങ്ങൾ ഇത് എന്താ ചെയ്തിരിക്കുന്നേ? എന്താണോ ഇഷ്ടായില്ലേ? സെയിം ടു സെയിം അല്ലേ തെച്ചു തന്നിരിക്കുന്നത്. എടാ എനിക്ക് അപ്പഴേ അറിയാം, എന്റെ ഈ വർക്ക് കണ്ട് നീ ഞെട്ടിപ്പോവുന്ന എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ ചോദിച്ചത് മിലിക്ക് വേണ്ടി ഒരു ഡ്രസ്സാണ്. ഡ്രസ് റെഡിയായി, പക്ഷെ ഇത് ഡോളിന്റെ സൈസിലല്ലേ ഇരിക്കുന്നത്. ഇതെങ്ങനെ മിലി ഇടും? എടേ നീ അളവിന് ഡോളല്ലേ കൊണ്ടുവന്ന് കാണിച്ചത്. സെയിം ടു സെയിം ഡ്രസ് അല്ലേ റെഡിയാക്കാൻ പറഞ്ഞത്. ഒരു പക്ഷെ മില്ലിയുടെ സൈസിന് ഡ്രസ് വേണമെങ്കിൽ നീ അത് ആദ്യമേ പറയണ്ടേ മാരാ മണ്ടൻ. തുണി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല മോനെ. വസൂലി ഭായ് ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള തുണി കൊണ്ട് മിലിയുടെ സൈസിൽ ഒരു ഡ്രസ് ഉണ്ടാക്കി താ പ്ലീസ്. വസൂലി ഭായ് പക്ഷെ തുണിയൊന്നും ബാക്കിയില്ലല്ലോ. അല്പം സ്വല്പം ബാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ പുതിയ ഡ്രസ് തെക്കണമെങ്കിലേ ചെന്ന് പുതിയ തുണി വാങ്ങിട്ട് വാ. തുണിയോ? കർട്ടൻ? തുണി കിട്ടിപ്പോയി വസൂലി ബായ്. ഈ കർട്ടൻ കാരണം നിങ്ങളുടെ ഷോപ്പിനകത്ത് വെയിൽ വീഴുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാലോ, വെയിൽ വീണില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും അറിയാലോ. എടാ അതൊന്നും എനിക്കറിയില്ല, നിനക്കറിയാമെങ്കിൽ പറ. ഞാൻ പറഞ്ഞുതരാം. സൂര്യപ്രകാശം വീണില്ലെങ്കിലേ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും. വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടല്ലോ പകല് ഭയങ്കര ചൂട് അനുഭവപ്പെടും, രാത്രിയിൽ ഭയങ്കര തണുപ്പ്. നീ പറയുന്നത് ശരിയാണല്ലോ. എന്റെ ഷോപ്പിനകത്ത് എപ്പോഴും അത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എടാ ഈ ഗോപാലനും ലക്ഷ്മണനോട് എന്തെടുക്കുക? അതെനിക്കറിയില്ല. നമുക്ക് വേഗം മാർക്കറ്റിൽ ചെന്നിട്ട് പോയി തുണി വാങ്ങിച്ചിട്ട് വന്നേക്കാം. വേഗം വാ, വേഗം വാ. എടുത്ത് മാറ്റടാ ഈ കർട്ടൻ മൊത്തം. ഇതാണ് നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടാതെ തടഞ്ഞു നിർത്തുന്നത്. എടുത്തു മാറ്റ്. ഇന്ന് പിടിച്ചോ, ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. ഗോപു ഈ കർട്ടൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? മൊത്തത്തിലെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ. വസൂലി ബായ് ഇത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഇതുകൊണ്ട് നമുക്ക് മിലിക്ക് ഒരു ഡ്രസ് റെഡിയാക്കി കൊടുത്താലോ? ആ അത് കാര്യം ശരിയാണല്ലോ. കലക്കീടാ ഗോപു, അവസാനം മിലിയുടെ ഡ്രസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഗോപാലിനും ലക്ഷ്മണനും ഫാസ്റ്റ് ഫോർവേഡിൽ എങ്ങോട്ടായി പോകുന്നേ? ഇനി ഈ ഡ്രസ് കൊണ്ടുപോയി നീ മിലിയുടെ കൈ കൊടുക്ക്, അവക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പൊ അവന്മാര് ഡ്രസ് റെഡിയാക്കിയോ? പക്ഷേ ആ ഡ്രസ്സിനെ മിലിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത് നമ്മളാണ്. റെഡിയാണോ ലക്ഷ്മൺ? ആ ഡ്രസ്സും കൂടെ തന്നേക്ക്. ലക്ഷ്മൺ മര്യാദക്ക് ഡ്രസ്സിന്ന് വിട്. വിടറാ, നീ വിടറാ. നിന്നോട് വിടാനാ പറഞ്ഞ. ഗോപു ഒന്ന് വേഗം പോ, വേഗം വിടറാ ഗോപു, വേഗം പോടാ ഗോപു. എടാ ഡ്രസ് എന്റെ കൈ വിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒന്ന് വേഗം വിട്, വേഗം വിടറാ. നമ്മളൊരുവിധം രക്ഷപ്പെട്ടടാ. അയ്യോ സൂക്ഷിച്ചോ. കോഫു നമ്മുടെ ഈ സാധനം, അതായത് നമ്മുടെ ഡ്രസ് കറുപ്പായി പോയല്ലോ. കോമ്പറ്റീഷൻ തുടങ്ങാനുള്ള സമയമായല്ലോ, എന്നിട്ടും ഈ ഗോപാലിനെ കാണുന്നില്ലല്ലോ. ഇവരിതെവിടേക്കാ പോയത്? വേഗം വാടാ ഗോപു, വേഗം ഹായ് വേഗം. മിലി, ഞാൻ വന്നു. ഗോപാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നാ പിടിച്ചോ നിന്റെ ഡ്രസ് റെഡി. എന്ത്? Really? Wow! Thank you, ഗോപാൽ. ഞാനിപ്പോ വന്നേക്കാവേ. മിലി, മിലി. ഓ വരാനൊരു അല്പം ലേറ്റ് ആയി പോയല്ലോ. ഞങ്ങള് മിലിക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞു. അവളിപ്പോ ആ ഡ്രസ് എടുത്ത് അണിഞ്ഞു കാണും. ഗോപാൽ, ഞാൻ ചോദിച്ചത് ഡോളിന്റെ പിങ്ക് ഡ്രസ് ആണ്, പക്ഷെ ഇത് ബ്ലാക്ക് ഡ്രസ് ആണല്ലോ. മേരി, ഈ പിങ്ക് എന്ന് പറയുന്നത് കോമൺ കളറാ. എല്ലാരും അണിയുന്നത് പിങ്ക് ആണ്. നീ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എന്താ? എന്തു പറ്റി മിലി? എന്റെ ഫ്രണ്ട് അവൾ വന്ന് എനിക്ക് മേക്കപ്പ് ഇട്ട് തരാന്ന് പറഞ്ഞതോ. അവളിന്ന് വരില്ലെന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആര് മേക്കപ്പ് ഇട്ട് തരും? ഇത്രയുള്ള കാര്യം, ഞാൻ നിനക്ക് മേക്കപ്പ് ഇട്ട് തരാന്നേ. എന്താ നീ ചെയ്യുന്നു? അതേനെ, മേക്കപ്പ് ഇടുന്ന കാര്യത്തിലേ ഞാൻ എക്സ്പെർട്ട് ആണ്. മേക്കപ്പ് ഇടുന്ന കാര്യത്തിൽ കോപ്പും എക്സ്പെർട്ട് അല്ലേ? ആണോ? ഓക്കേ. മിലി, നിന്റെ കണ്ണൊന്ന് അടച്ചു വെക്കേ, ഇങ്ങോട്ട് വന്നിരിക്കേ. റിലാക്സ്. മേക്കപ്പ് ഞാൻ റെഡ് കളർ വെച്ച് തുടങ്ങാം. വേണ്ട വേണ്ട, റെഡ് വേണ്ട, ഗ്രീനിൽ തുടങ്ങാം, അതാ നല്ലത്. അപ്പോ മേക്കപ്പ് കഴിഞ്ഞോ? ഞാനിപ്പോ കണ്ണു തുറന്ന് നോക്കട്ടെ, ഞാനിപ്പോ എത്ര സുന്ദരിയാണെന്ന്.
അതെ മിലി, അത് നീയേ ശരിക്കും മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതിനെ ഇപ്പൊ നീ നിന്റെ മുഖം നോക്കേണ്ട സമയമല്ല, മറ്റുള്ളവരെ കാണിക്കേണ്ട സമയം അത്. ചെല 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 നിന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ചെല്ലേ, പെട്ടെന്ന് പോ. ഗോപാൽ, മാധവ്. ഓടിക്കോടാ കോപ്പു, അല്ലെങ്കിൽ അവളെ നമ്മള് രണ്ടാളെ തട്ടിക്കൊല്ലടാ. സൂപ്പർ ആയിരുന്നു, കലക്കി മിലി, ആടിപൊളി. എന്തായാലും പരിപാടി ഗംഭീരമായി. ഇന്നത്തെ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ എല്ലാ കുട്ടികളും പിങ്ക് ഡ്രസ് ആണ് അണിഞ്ഞുകൊണ്ട് വന്നത്, ശരിക്കും ഡോളിനെ പോലെ തന്നെ. പക്ഷെ നീ മാത്രം വളരെ വ്യത്യസ്തമായി പ്ലാൻ ചെയ്തിരിക്കുന്നു. നീ ഇങ്ങനെ ബ്ലാക്ക് ഡ്രസ് അണിഞ്ഞ് ശരിക്കും ഒരു വിച്ചായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ശരിക്കും എല്ലാരും ഞെട്ടിപ്പോയി. നിന്റെ ഈ എൻട്രി അടിപൊളിയായിട്ടുണ്ട്. നിന്റെ ഈ വ്യത്യസ്തമായ ഡ്രസ് കാരണം ഇന്നത്തെ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നീയാണ് വിജയിച്ചിരിക്കുന്നത്. കൊള്ളാം, കാലക്കി കളഞ്ഞു. സബാഷ്. കണ്ടോടാ, മിലി എന്റെ ഡ്രസ് കാരനാ വിജയിച്ചത്. എന്റെ ഡ്രസ് എന്താടാ, മനസ്സിലായോ? മിലി എന്റെ മേക്കപ്പ് കാരനാടാ ജയിച്ചത്, മനസ്സിലായോ? Watch India's largest kids library only on Jio Hotstar. Download the app now.